എല്ലാവർക്കും നമസ്കാരം. ലൊക്കേഷൻ കണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാശിയുടെ ദേവു എന്ന കുഞ്ഞു സിനിമയുടെ ലൊക്കേഷനിലാണ്. ഇത് കന്യാകുളങ്ങര പെരുങ്കൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇന്നിപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ 5ാമത്തെ ദിവസം എന്നാണ് അവർ പറഞ്ഞത്. ഇതിൻ്റെ സംവിധായകൻ എന്ന് പറഞ്ഞ കണ്ണൻ അഞ്ചലാണ്. ഫോർവേഡ് മൂവീസിൻ്റെ ബാനറിൽ സൺ ഫോർവൺ നായകനായി എത്തുന്ന ഒരു കുഞ്ഞു മൂവിയാണിത്. ഇതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞത് കിച്ചു ചാണ്ടൂർക്കോണവും നുജും പെരുങ്കൂറുമാണ്. ഇതിൻ്റെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുന്നത് അരുൺ കൃഷ്ണയാണ്. ഇതിനെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് പ്രവീൺ ബാലചന്ദ്രനാണ്. ഒട്ടനവധി ഷോർട്ട് മൂവികൾക്കും ഹോം സിനിമകൾക്കും ക്യാമറ ചലിപ്പിച്ചിട്ടുള്ള പ്രവീൺ ബാലചന്ദ്രൻ ഒരു വെഡ്ഡിംഗ് വീഡിയോഗ്രാഫറും ഫോട്ടോഗ്രാഫറും കൂടിയാണ്. ഇതിന് മേക്കപ്പ് കൈകാര്യം ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം കലാമണ്ഡലം പ്രസാദ് ഏട്ടനാണ്. ഇതിൻ്റെ PR ആയി വർക്ക് ചെയ്യുന്നത് ജ്യോതികുമാർ ആനച്ചലാണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ മാനേജറായി നിൽക്കുന്നത് സഫീർ കന്യാകുളങ്ങരയും കബീർ പെരുങ്കൂറുമാണ്. പിന്നെ ഇതിൻ്റെ ആർട്ട് കൈകാര്യം ചെയ്തിരിക്കുന്നത് വിനോദ് വിജയനാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ ഇവരുടെ ഒരു കൂട്ടായ്മയിലുണ്ടായ സിനിമയാണ്. ഫോർവേഡ് മൂവീസ് എന്ന ഒരു ഷോർട്ട് ഫിലിം ടീം, അവർ ഒരുപാട് ഷോർട്ട് ഫിലിമിങ് ചെയ്തിട്ട് അവരുടെ ഒരു കൂട്ടായ്മ, അവരുടെ ടീമിലുണ്ടായിരുന്ന എല്ലാവരും കൂടെ ചേർന്ന് അവർക്കൊരു സിനിമ, അതാണ് കാശിയുടെ ദേവു. അങ്ങനെ ഒരു ആശയം വന്നിട്ട് അവർ തന്നെ ഒരു സിനിമ ചെയ്യാൻ എന്നുള്ളൊരു പ്ലാൻ ഇടുകയും അങ്ങനെ ഉണ്ടായൊരു സിനിമയാണ് കാശിയുടെ ദേവു. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും ഫോർവേഡ് മൂവീസിൻ്റെ ബാനറിലുള്ള ഷോർട്ട് ഫിലിം ചെയ്യുന്ന അംഗങ്ങളാണ്. അവർ ഒരു കുടുംബം, അതായത് ഒരു വീട്ടിലെ അംഗങ്ങളെ പോലെ തന്നെ അവിടെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളും ആഹ്ലാദവും സന്തോഷവും ഒരു വേറൊരു വൈബായിരുന്നു ആ ലൊക്കേഷനിലൊക്കെ. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. അവിടെ ഷൂട്ട് ബ്രേക്ക് വരുമ്പോൾ അവരുടെ ഡാൻസും പാട്ടും ബഹളവും കളിയും ചിരിയും ഒരു വേറൊരു വൈബായിരുന്നു ആ ഒരു ലൊക്കേഷൻ. നമ്മളൊരു ഷൂട്ടിംഗ് ആണെന്ന് പോലും നമുക്ക് തോന്നില്ല. നമ്മളൊരു വീട്ടിൽ നിൽക്കുന്നതിൻ്റെ ഒരു പ്രതിനിധിയാണ് നമുക്കവിടെ തോന്നുന്നത്. അതിൻ്റെ ഡയറക്ടർ ആണെങ്കിലും അതിൻ്റെ ക്യാമറാമാൻ ആണെങ്കിലും അതിൻ്റെ ആക്ടേഴ്സാണെങ്കിലും അതിൻ്റെ അസോസിയേറ്റ് ആണെങ്കിലും എല്ലാവരും ഒരു കുടുംബം പോലെ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവിടെ എല്ലാവരും ഒരു ആഹ്ലാദത്തിന്റെ നിമിഷത്തിലാണ്. കാരണം അവരുടെ ഒരു സ്വപ്നം കൂടിയാണ്. അപ്പം ഇതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉയരുന്നു ഉരുകുന്ന പിന്നെയും ഒരു സമുദ്രത്തിൻ വിശപ്പകറ്റാൻ തിരകളെ പുൽകുന്ന തിരങ്ങൾ പിന്നെയും ഇനിയും വരുമെന്ന വാക്ക് ചൊല്ലി